സബ് ഇൻസ്പെക്ടർ രാഹുൽ ദിവാകർ അന്ന് സ്റ്റേഷനിൽ പതിവിലും കലിപ്പിലായിരുന്നു. നിർത്തടാ, കള്ളും കഞ്ചാവുമായി ഇറങ്ങിക്കോളും ഓരോന്ന്, നാട്ടിലൂടെ നടക്കുന്ന മറ്റു കുട്ടികളെ കൂടെ വഴിതെറ്റിക്കാൻ. രാഹുൽ റോഡിൽ നിന്ന് പിടിച്ച കഞ്ചാവ് വിൽപ്പനക്കാരന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ശേഷം അവന്റെ കോളറിന് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എത്ര ദിവസമായിടാ നീ ഞങ്ങളെയിട്ട് കളിപ്പിക്കുന്നു? സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ചെറിയ മക്കളെ ഇത് കൊടുത്ത് വഴിതെറ്റിച്ച് നീയൊക്കെ കുറെ അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതിയോ? കേരള ജീപ്പിലേക്ക് എന്ന് പറഞ്ഞ് രാഹുൽ പ്രതിയെ പിടിച്ച് ജീപ്പിലേക്ക് തള്ളി. ജീപ്പിനടുത്തെത്തിയ പ്രതിയെ ഒന്നുകൂടെ തള്ളി ജീപ്പിൽ കയറ്റിയ ശേഷം ജീപ്പ് സ്റ്റേഷനിലേക്ക് എടുത്തു. സ്റ്റേഷനിൽ അപ്പോൾ ചാനലുകാർ എത്തിയിരുന്നു. എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്ക്, തൊണ്ടിസാധനം ഇതാ. രാഹുൽ പിടിച്ചെടുത്ത കഞ്ചാവിന്റെ പൊതികൾ മേശപ്പുറത്ത് നിരത്തി വെച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിയെയും കൂടെയുള്ള പോലീസുകാരെയും ചേർത്ത് നിർത്തി പത്രക്കാർക്ക് ഫോട്ടോ എടുക്കാനായി നിന്നുകൊടുത്തു. കുറെ നാളായി അവൻ ഞങ്ങളെയിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. കള്ളും കഞ്ചാവും പെണ്ണും പിടിച്ച് അങ്ങനെ നടക്കും. എന്നിട്ട് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഇത് കൊടുത്ത് അഡിക്റ്റ് ആക്കിയ ശേഷം പണത്തിനു വേണ്ടി ആ കുട്ടികളെ കൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് വീട്ടുകാരോട് വഴക്കും കത്തിക്കുത്തും മറ്റും നടത്തി പണം തട്ടാൻ നോക്കും. നീയൊക്കെ ഇനി പുറം ലോകം കാണാത്ത വിധം കുറച്ചു കാലം അകത്ത് കിടക്ക്, അതിനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രാഹുൽ കലിയടങ്ങാതെ പ്രതിയെ ഒന്നുകൂടെ ഷോൾഡറിന് പിടിച്ച് ചുമരിനോട് ചേർത്തു നിർത്തി. അതും പോരാഞ്ഞിട്ട് പോലീസിനെ കണ്ടപ്പോൾ ഞങ്ങളെ തള്ളിയിട്ട് ആക്രമിച്ച് ഓടാനും നോക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ മുഖത്ത് ഒന്നുകൂടെ ആഞ്ഞടിച്ചു. ശേഷം കൂടെയുള്ള പോലീസുകാരോട് പിടിച്ച് ലോക്കപ്പിലാക്കുക എന്ന് പറഞ്ഞ് ലോക്കപ്പിലേക്ക് പ്രതിയെ തള്ളി. ആ ദേഷ്യവും വെച്ചുകൊണ്ട് തന്നെ അവൻ SIയുടെ കസേരയിൽ വന്നിരുന്ന് ഫയലിൽ FIR എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പ്രതിയെ ലോക്കപ്പിലിട്ട് പെരുമാറുന്നുണ്ടായിരുന്നു. പെരുമാറുന്നതിൽ കാര്യവുമുണ്ട്. പോലീസുകാർ പിടിക്കാൻ ചെന്നപ്പോൾ പ്രതി പോലീസുകാരെ ഉപദ്രവിച്ചിരുന്നു. ഇങ്ങോട്ട് തട്ടുകിട്ടിയാൽ പോലീസുകാർക്ക് എന്തായാലും ഒരല്പം ദേഷ്യം കൂടുമല്ലോ. പോരാത്തതിന് കുട്ടികളുടെ മോശചിത്രമെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി പൈസ തട്ടുന്ന ഒരു പരിപാടിയും പ്രതിക്കുണ്ടായിരുന്നു. അതെല്ലാം കൂടെയായി കുറച്ചു ദിവസമായി രാഹുൽ അവനെ കിട്ടാൻ വേണ്ടി അലഞ്ഞു നടക്കുന്നു. ഇപ്പോൾ കണ്ടുകിട്ടിയതിന്റെ കലിപ്പിലായിരുന്നു SI രാഹുൽ. ആ കലിപ്പിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രാഹുലിന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തത്. രാഹുൽ മൊബൈൽ എടുത്തു നോക്കി. പെട്ടെന്ന് രാഹുലിന്റെ മുഖത്ത് വന്ന ദേഷ്യവും ഭാവവും ഒക്കെ മാറി ആള് പെട്ടെന്ന് ഭയങ്കര സൈലന്റ് ആയിപ്പോയി. അത് മറ്റാരുമായിരുന്നില്ല വിളിച്ചത്, രാഹുലിന്റെ ഭാര്യ ദിവ്യശ്രീ ആയിരുന്നു. ഭാര്യ എന്ന് വെച്ചാൽ രാഹുലിന് ജീവനാണ്. പ്രാണനെപ്പോലെ, അല്ലെങ്കിൽ അതിലുമധികം അവൻ സ്നേഹിക്കുന്ന കുട്ടി. ആരോടൊക്കെ എന്തൊക്കെ ദേഷ്യമുണ്ടെങ്കിലും എന്തൊക്കെ കലിപ്പിലാണെങ്കിലും രാഹുലിന്റെ മൂഡ് മാറ്റാനും മനസ്സ് മാറ്റാനും ഈ ലോകത്ത് ഒരേ ഒരാൾക്കേ കഴിയുമായിരുന്നുള്ളൂ. അത് തന്റെ പ്രിയതമയായ ദിവ്യശ്രീയാണ്. ചിലപ്പോൾ രാഹുൽ സെല്ലിൽ കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന തിരക്കിലോ മറ്റെന്ത് കലിപ്പിലാണെങ്കിലും ദിവ്യശ്രീയുടെ ഒരു ഫോൺ കോൾ വന്നാൽ രാഹുൽ സൈലന്റ് ആവും. ആളൊരു കലിപ്പനായിരുന്നെങ്കിൽ പോലും രാഹുൽ മറ്റുള്ളവരോട് കരുണയും ദയയും എല്ലാമുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ തെറ്റായ വഴിയിലുള്ളവരോട് എന്നും അവന് അതിയായ ദേഷ്യവും വൈരാഗ്യവും തന്നെയാണ്. രാഷ്ട്രീയക്കാരായാലും ഏത് ഉന്നത പദവിയിലുള്ളതായാലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ രാഹുലിന് ഒരു മടിയുമില്ല. അങ്ങനെയുള്ളവർക്ക് നേരെ അവൻ മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. ഡിപ്പാർട്ട്മെന്റിലെ പുലിക്കുട്ടിയാണവൻ. കലിപ്പൻ എന്നുള്ളൊരു പേര് ഡിപ്പാർട്ട്മെന്റിലാകെ രാഹുലിനുണ്ടെങ്കിലും സൽസ്വഭാവിയാണെന്ന് എല്ലാവരും പറയും. പിന്നെ ദിവ്യശ്രീ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ രാഹുൽ എന്ത് കാര്യത്തിനും വിട്ടുവീഴ്ച നൽകുകയുള്ളൂ. അതിന് രാഹുലിന്റെ തല മറിയുന്ന കാര്യമാണെങ്കിൽ പോലും ദിവ്യശ്രീ വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ അതിൽ നിന്ന് ഒന്ന് പിന്മാറാൻ നോക്കും. ഈ ലോകത്ത് രാഹുലിനെ പറയാനോ നിയന്ത്രിക്കാനോ ഒക്കെയുള്ള അധികാരം ദിവ്യശ്രീക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിവ്യശ്രീ രാഹുലിന്റെ പ്രാണന്റെ പ്രാണനായ ഭാര്യയാണ്. രാഹുൽ കണ്ടിഷ്ടപ്പെട്ട് ഓർഫണേജിൽ നിന്ന് വിവാഹം കഴിച്ച കുട്ടിയാണ്. സ്വത്തോ പണമോ സാമ്പത്തികമോ മറ്റൊന്നും തന്നെ അവൻ നോക്കിയിട്ടില്ല. അവൻ കണ്ടിഷ്ടപ്പെട്ട് തൻ്റെ പ്രാണനായി സ്വീകരിച്ചു. അതേപോലെ തന്നെ ഇന്നും അവളെ നോക്കുന്നു. ഇപ്പോൾ അവൾ 7 മാസം ഗർഭിണി കൂടെ ആയതുകൊണ്ട് രാഹുലിന് അവളോടുള്ള സ്നേഹം വളരെ കൂടുതലാണ്. പെട്ടെന്ന് ദിവ്യശ്രീയുടെ കോള് കണ്ടപ്പോൾ രാഹുൽ ദേഷ്യമൊക്കെ മാറ്റി ചുണ്ടിൽ ചിരി വരുത്തിക്കൊണ്ട് ഫോൺ എടുത്തു. ഹലോ മേഡം, രാഹുൽ വിളിച്ചു. ഏട്ടാ, അപ്പുറത്തു നിന്ന് ദിവ്യശ്രീയുടെ നേർത്ത ശബ്ദം കേട്ടു. എന്താണ് പറയൂ, ഭക്ഷണം കഴിച്ചോ, മരുന്ന് കഴിച്ചോ? രാഹുൽ ദിവ്യശ്രീയോട് ചോദിച്ചു. ഓ, അതൊക്കെ കഴിച്ചു. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതായിരുന്നു, ദിവ്യശ്രീ പറഞ്ഞു. എന്താണ്?
രാഹുൽ സൗമ്യമായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ കുഞ്ഞു വയറ്റിൽ കിടന്ന് നിനക്കിട്ട് നല്ല ചവിട്ട് ചവിട്ടിയോ? രാഹുൽ കളിയാക്കി ചോദിച്ചപ്പോൾ ദിവ്യശ്രീ ചിരിച്ചു. അതെപ്പോഴും ചവിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ജാനകി അമ്മായി വന്നിട്ടുണ്ട്. കൂടെ മഞ്ജുവും മോനുമുണ്ട്. അവരിവിടെ നമ്മുടെ പിറകുവശത്തുള്ള പുഴ കാണാൻ പോകണമെന്ന് പറഞ്ഞു. ഞാനും അവരുടെ കൂടെ പോയിക്കോട്ടെ? ദിവ്യശ്രീ ചോദിച്ചു. അവരെപ്പോ എത്തി? രാഹുൽ ചോദിച്ചു. ഇതാ കുറച്ചു നേരമായേ ഉള്ളൂ വന്നിട്ട്. ഞാൻ അവരുടെ കൂടെ പോയിക്കോട്ടെ ഏട്ടാ? ദിവ്യശ്രീ വീണ്ടും ചോദിച്ചു. ഓ പൊയ്ക്കോ, നോക്കി നടന്നാൽ മതി. അവിടെയുള്ള കല്ലിലൊന്നും തട്ടി തടയാതെ നോക്കണം. പിന്നെ അമ്മായി അധികം എന്തെങ്കിലും പറയാൻ നിന്നാൽ കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ. നാവിന് ലൈസൻസ് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, രാഹുൽ പറഞ്ഞു. ആയിക്കോട്ടെ ഏട്ടാ. മഞ്ജു എന്നോട് ചോദിച്ചു കൂടെ വരുന്നോ എന്ന്. മോനുമുണ്ടല്ലോ. ഇവിടെ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് കൂടെ പോകണമെന്ന് തോന്നി. അതായിക്കോട്ടെ, നീ എന്തായാലും ശ്രദ്ധിച്ചു പോയാൽ മതി എന്ന് രാഹുൽ അവൾക്ക് സമ്മതം കൊടുത്തു. ശരിയേട്ടാ, എന്നാൽ ഞാൻ വെച്ചോട്ടെ? ദിവ്യശ്രീ ചോദിച്ചപ്പോൾ രാഹുൽ ചിരിച്ചു. ഇപ്പോൾ വെച്ചോ? ഇപ്പോൾ എനിക്ക് അതേ പറയാൻ പറ്റൂ. റൊമാൻറ്റിക് ആവാനുള്ളൊരു മൂഡിലൊന്നുമല്ല ഞാൻ. രാഹുൽ അത് പറഞ്ഞ് ചിരിച്ചപ്പോൾ ഈ ഏട്ടൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞ് ദിവ്യശ്രീ ഫോൺ കട്ടാക്കി. ദിവ്യശ്രീയുടെ കോൾ കട്ടായ ശേഷം രാഹുൽ വീണ്ടും പ്രതികളുടെ ഫയലെടുത്തപ്പോൾ അവൻ്റെ ഭാവം പെട്ടെന്ന് മാറിയിരുന്നു. അതങ്ങനെയായിരുന്നു. അവൻ്റെ ഏത് ദേഷ്യത്തെ തണുപ്പിക്കാനും അവൻ്റെ മൂഡ് മാറ്റാനും ദിവ്യശ്രീക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ രാഹുൽ വീണ്ടും സ്റ്റേഷനിലെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു. വീട്ടിൽ അപ്പോൾ ദിവ്യശ്രീയും രാഹുലിൻ്റെ അമ്മയും മഞ്ജുവും മോനും അമ്മായിയും എല്ലാവരും പുഴ കാണാനായി പോയി. അവർ പുഴയോരത്ത് അങ്ങനെ കളിച്ചും ചിരിച്ചും സംസാരിച്ചും നിൽക്കുന്നതിനിടയ്ക്ക് രാഹുലിൻ്റെ അമ്മ വീട്ടിലേക്ക് തിരികെ പോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് കുടുംബശ്രീയിൽ പോകാൻ നേരമായി. നിങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നോളൂ. ദിവ്യമോളെ തടഞ്ഞു വീയാതെ ശ്രദ്ധിക്കണമെന്ന് അമ്മ പോരുമ്പോൾ പറയുകയും ചെയ്തു. ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം അമ്മേ എന്ന് ദിവ്യശ്രീ സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ രാഹുലിൻ്റെ അമ്മ തിരികെ പോന്ന ശേഷം മഞ്ജുവും കുഞ്ഞും പുഴയുടെ അടുത്തു നിന്ന് ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോൾ രാഹുലിൻ്റെ അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയായ ജാനകി അമ്മായി ദിവ്യശ്രീയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു. എങ്ങനെയുണ്ട് മോളെ? സ്കാനിങ്ങിൽ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല എന്ന് ദിവ്യശ്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അമ്മായി ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു തുടങ്ങി. എൻ്റെ വകയിലൊരാങ്ങളയുടെ മോള് സുരഭിയെ ഞാൻ പണ്ട് രാഹുലിന് വേണ്ടി ആലോചിച്ചതായിരുന്നു. എന്തു നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നെന്നറിയാമോ? കൂട്ടത്തിൽ പൂത്ത കാശും. രാഹുലിൻ്റെ പിറകെ കുറേ നടന്നിട്ടുണ്ട് ഞാൻ അവളെ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞിട്ട്. പക്ഷെ അവൻ അതൊന്നും അന്ന് പിടിച്ചില്ല. ആകെ ഒരു മോനല്ലേ ഇവർക്കുള്ളൂ. വല്ലതും കിട്ടുന്നിടത്തു നിന്ന് കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതായിരുന്നു. അന്ന് അവൻ എൻ്റെ വാക്ക് കേട്ടതേയില്ല. അവൻ മാത്രമല്ല, നാത്തൂനും കേട്ടില്ല. അവൻ എന്താണിഷ്ടം അതിനല്ലേ നാത്തൂൻ കൂട്ടു നിൽക്കൂ. എന്നിട്ടിപ്പോൾ കിട്ടിയതോ? അവന് ഭാവിയിലേക്ക് വല്ലതും കിട്ടുമോ മോളെ നിന്റെ വകയിൽ? നിനക്ക് ആരുമില്ലല്ലോ. അല്ലെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഇതുവരെ ഓർഫണേജിൽ നിന്നും ആരും പെണ്ണെടുത്തിട്ടില്ല. ഇവർ കുറച്ച് സാമ്പത്തികമായി പിറകിലോട്ടാണെന്നേ ഉള്ളൂ. എൻ്റെ വീട്ടുകാരും എൻ്റെ ആങ്ങളമാരും അവരുടെ കുടുംബക്കാരുമൊക്കെ എന്ത് നല്ല നിലയിലാണെന്നറിയാമോ? അവിടെ നിന്നൊക്കെ കെട്ടിയിരുന്നെങ്കിൽ രാഹുൽ ഇന്ന് ആരാ? ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ മോളെ. ജാനകി അമ്മായി ഇടയ്ക്ക് ദിവ്യശ്രീയെ നോക്കി. പ്രതീക്ഷിക്കാതെ അമ്മായി അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ദിവ്യശ്രീക്ക് വല്ലാതെ വിഷമമായി. ഞാൻ എന്തായാലും കുറ്റപ്പെടുത്തി പറഞ്ഞതൊന്നുമല്ല. എന്തായാലും കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ അവന് വേറൊരു ഭാവിയില്ലല്ലോ. നിങ്ങൾ കുഞ്ഞുമായിട്ട് നല്ലപോലെ ജീവിക്കുക എന്നേയുള്ളൂ. എന്നാലും ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു. അവൻ്റെ ഭാവി ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. അവരൊക്കെ നല്ല ജ്വല്ലറിയും സ്വത്തും ഒക്കെ ഉള്ളവരാ. അല്ലെങ്കിൽ ഇവിടെ എന്ത് സാമ്പത്തികമുണ്ടായിട്ടാണ് അവരവിടുന്ന് ഒരു പെൺകുട്ടിയെ രാഹുലിന് തരാമെന്ന് പറഞ്ഞത്? രാഹുലിനൊരു ജോലിയുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അത് ചാടി പിടിക്കാതെ അവൻ ഇങ്ങനത്തെ ഒരു ബന്ധത്തിലൊന്നും ചെന്ന് കുടുങ്ങേണ്ട കാര്യമില്ലായിരുന്നു. ജാനകി അമ്മായിക്ക് അവരുടെ ആങ്ങളയുടെ മോളെ രാഹുലിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പണ്ടൊരാഗ്രഹമുണ്ടായിരുന്നു. അതിന് കഴിയാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു അമർഷവും രാഹുലിനോടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അവനോട് നേരിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അവൻ്റെ കലിപ്പൻ സ്വഭാവത്തിന് ആരെന്ത് പറഞ്ഞാലും അവൻ 10 തിരിച്ച് അങ്ങോട്ട് പറയും. അതുകൊണ്ട് തന്നെ ചുളുവിൽ കിട്ടിയപ്പോൾ അമ്മായി അവർക്ക് കഴിയുന്നത്ര ദിവ്യശ്രീയെ കുത്തി നോവിച്ചു. ദിവ്യശ്രീ അത്രയും വിഷമിച്ചുകൊണ്ടാണ് പുഴക്കടവിൽ നിന്ന് അവരുടെ കൂടെ തിരികെ വന്നത്.
വീട്ടിൽ തിരിച്ചെത്തിയ ശേഷവും ജാനകി അമ്മായിയും മോളും എല്ലാം പോയി കഴിഞ്ഞ ശേഷവും ദിവ്യശ്രീ അതേ സങ്കടത്തിൽ തന്നെയായിരുന്നു. എൻ്റെ കാരണം കൊണ്ട് രാഹുലേട്ടന് കിട്ടാനിരുന്ന ഒരു നല്ല ജീവിതം നഷ്ടപ്പെട്ടു. ഏട്ടൻ ഇതിലും നല്ല പെൺകുട്ടിയെ കിട്ടുമായിരുന്നില്ലേ? ഞാൻ ഒഴിഞ്ഞുപോയാൽ ഏട്ടന് വേറൊരു ജീവിതം കിട്ടുമോ? ആരുമില്ലാത്തവളല്ലേ ഞാൻ? അനാഥയല്ലേ? എന്നൊക്കെയുള്ള തോന്നൽ ദിവ്യശ്രീയെ പലതും ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു. രാഹുലിനന്ന് കേസും മറ്റും കൂടുതലുണ്ടായിരുന്നതുകൊണ്ടും ആക്സിഡന്റ് കേസ് ഉണ്ടായിരുന്നതുകൊണ്ടും രാത്രി ഏറെ വൈകിയാണ് അവൻ വീട്ടിൽ തിരിച്ചെത്തിയത്. വൈകുമെന്ന് പറയാനായി ഇടയ്ക്ക് ദിവ്യശ്രീയെ ഫോണിൽ വിളിച്ചിരുന്നെങ്കിൽ പോലും ദിവ്യശ്രീ ഫോൺ എടുത്തില്ല. ശേഷം അവൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞത് അവൾ കിടക്കുകയാണ് എന്ന്. എന്തെങ്കിലും വയ്യായ്മയുണ്ടോ? പോയിട്ട് വല്ലതും പറ്റിയോ എന്ന് രാഹുൽ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ക്ഷീണം കൊണ്ട് കിടക്കുകയാണ് എന്ന് അമ്മ പറഞ്ഞു. എന്നാൽ ഞാൻ വേഗം വരാം, അവളോട് പറഞ്ഞേക്ക് എന്ന് രാഹുൽ പറയുകയും ചെയ്തു. അങ്ങനെ രാഹുൽ തിരികെ വീട്ടിലെത്തിയപ്പോൾ അമ്മയാണ് വാതിൽ തുറന്നു കൊടുത്തത്. ഭക്ഷണം കഴിക്കാൻ അമ്മ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ വേണ്ടമ്മേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, നല്ല ക്ഷീണമുണ്ട്. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് അമ്മ ഇവിടെ എടുത്തു വെച്ചാൽ മതി. ദിവ്യശ്രീ കിടന്നോ? രാഹുൽ ചോദിച്ചു. ഓ, മുറിയിലുണ്ട് മോനെ, ക്ഷീണമായിട്ട് കിടക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ വിളിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ, നീ വന്നിട്ട് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു. എന്നെ കാത്തിരിക്കേണ്ടായിരുന്നല്ലോ, ഇത്ര നേരമായില്ലേ? അവൾക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ? അവൻ അപ്പോൾ ചോദിച്ചു. അത് പറഞ്ഞിട്ട് അവൾ കേൾക്കണ്ടേ? നീ എന്തായാലും മുറിയിലേക്ക് ചെന്ന് കുളിച്ചു വാ. എനിക്ക് നല്ല കാലുവേദന, ഞാൻ കിടന്നോട്ടെ മോനെ എന്ന് അമ്മ ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞു, അമ്മ ഭക്ഷണം ഇവിടെ എടുത്തു വെച്ച് കിടന്നോളൂ, ഞങ്ങൾ വരാൻ കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞ് രാഹുൽ മുറിയിലേക്ക് കയറിപ്പോയി. രാഹുൽ മുറിയിൽ ചെന്നപ്പോൾ ദിവ്യശ്രീ അവിടെ കട്ടിലിൽ ചരിഞ്ഞു കിടക്കുകയായിരുന്നു. അവൻ പിറകിലൂടെ വന്ന് അവളെ ഒന്ന് കൈ തട്ടിക്കൊണ്ട് വിളിച്ചു. ഹലോ മേഡം, എന്തുപറ്റി, വയ്യേ? ദിവ്യശ്രീ അപ്പോൾ ഒന്നും പറയാതെ അവിടെ എഴുന്നേറ്റിരുന്നു. എന്താ നിന്റെ മുഖമൊക്കെ എന്തോ പോലെ, ക്ഷീണിച്ചോ? അവൻ അവൻ്റെ കൈകൊണ്ട് അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. ദിവ്യശ്രീ ഒന്നും പറയാതെ മൗനമായിരുന്നപ്പോൾ രാഹുൽ അവൻ്റെ കൈകൊണ്ട് അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. എന്തുപറ്റി, പനിയുണ്ടോ? മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ, അല്ലെങ്കിൽ തലവേദനയോ? ഒന്നുമില്ല എന്ന് മടിച്ചുകൊണ്ട് ദിവ്യശ്രീ ഉത്തരം പറഞ്ഞു. അവളുടെ മുഖത്തപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ വല്ലാതെ ക്ഷീണിച്ചു, കുളിച്ചു വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ട്ടോ. നീ എന്നെ കാത്തിരിക്കേണ്ട എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ? നിനക്ക് എടുത്ത് കഴിച്ചുകൂടെ? എന്താ ചെയ്യാ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നേരത്തിന് വല്ലതും കഴിക്കേണ്ടേ എന്ന് ഒരു പരാതി പോലെ പറഞ്ഞുകൊണ്ട് രാഹുൽ വേഗം കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറുമ്പോൾ തിരിഞ്ഞു നിന്ന് ദിവ്യശ്രീയെ ഒന്ന് നോക്കി. ആ പിന്നെ, ഒരു സാധനം തരാൻ മറന്നു. അത് പറഞ്ഞ് അവൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു മിഠായിയുടെ പൊതിയെടുത്തു. ഇതെൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആള് കണ്ണൂരുകാരനാ. അവനിപ്പോൾ ഇവിടെയാണ് വർക്ക്. ഇന്ന് അപ്രതീക്ഷിതമായി കണ്ടു. അവൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുന്ന പണിയാണ്. ഞാൻ നിന്നോട് പറഞ്ഞു കാണും അർജുനെ പറ്റി. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു നല്ല ടേസ്റ്റുള്ള മിഠായി അവൻ കൊണ്ടുവരാറുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ ഇന്ന് കണ്ടപ്പോൾ ബാഗിലുണ്ടായിരുന്ന ഒന്ന് എനിക്ക് തന്നു. അപ്രതീക്ഷിതമായി കണ്ടതായിരുന്നു. നല്ല മിഠായിയാണ്. ഞാൻ കഷ്ണം കഴിച്ചിട്ടുണ്ട്. ബാക്കി കഷ്ണം ഞാൻ നിനക്ക് കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട് എന്ന് നോക്കിട്ടോ. ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അവനോട് പറഞ്ഞു വരുത്തിക്കാം എന്ന് പറഞ്ഞ് രാഹുൽ ചിരിച്ചുകൊണ്ട് അവൾക്കത് വെച്ച് നീട്ടി. രാഹുൽ അങ്ങനെയാണ്, എന്തും അവൾക്ക് കൊടുത്ത ശേഷം മാത്രമേ കഴിക്കാറുള്ളൂ. അമ്മയ്ക്ക് പിന്നെ മധുരമൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ അമ്മയെ നിർബന്ധിക്കാറില്ല. രാഹുൽ അത് കൊടുത്തപ്പോൾ ദിവ്യശ്രീ ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി നിന്നു. ശേഷം മനസ്സില്ലാ മനസ്സോടെ അവൻ്റെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങി. അപ്പോളെ രാഹുലിന് അവൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഓടി വരുന്ന ദിവ്യശ്രീ, കെട്ടിപ്പിടിക്കുകയും ഉമ്മ തരികയും ഒക്കെ ചെയ്യുന്ന ഇവൾക്കിതെന്തു പറ്റി? അവൻ മനസ്സിലോർത്തു. നിനക്ക് എന്തു പറ്റി, ഒട്ടും വയ്യേ? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. ഒന്നുമില്ലാട്ടാ, ഏട്ടൻ പോയി കുളിച്ചോളൂ എന്ന് പറഞ്ഞ് ദിവ്യശ്രീ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. എന്തായാലും ഞാൻ കുളിച്ചു വരാമെന്ന് പറഞ്ഞ് രാഹുൽ അവളെ നോക്കിക്കൊണ്ട് ബാത്റൂമിൽ കയറി. അല്പം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് തല തോർത്തിക്കൊണ്ട് ഒരു നീല സ്പോർട്സ് പാൻറ് മാത്രമിട്ട് രാഹുൽ തിരികെ വന്നു. നെഞ്ചിലെ വെള്ളമൊക്കെ തുടച്ചു മാറ്റിക്കൊണ്ടാണ് അവൻ ദിവ്യശ്രീയുടെ അടുത്തേക്ക് വന്നത്. തല തോർത്തിക്കൊണ്ട് തന്നെ അവൻ ദിവ്യശ്രീയെ നോക്കി.
നിനക്കെന്തു പറ്റി? എന്താണെങ്കിലും നീ എന്നോട് പറ, അവൻ വീണ്ടും ചോദിച്ചു. അവൾ അപ്പോൾ കുറച്ചുനേരം രാഹുലിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് സംസാരിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? രാഹുൽ ചോദിച്ചപ്പോൾ അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നമുക്ക് പിരിയാമേട്ടാ. രാഹുലിന്റെ ചോദ്യത്തിന് മറുപടി എന്ന പോലെ അല്പം കഴിഞ്ഞ് ദിവ്യശ്രീ പറഞ്ഞു. എന്തോന്ന്? രാഹുൽ അത്ഭുതപ്പെട്ടു. നമുക്ക് ഈ ബന്ധം പിരിയാമെന്ന്, ഡിവോഴ്സ് ചെയ്യാം, ദിവ്യശ്രീ പറഞ്ഞു. എന്ത്? രാഹുൽ കാര്യം എന്താണെന്ന് മനസ്സിലാവാത്ത അർത്ഥത്തിലാണ് അവളോടത് ചോദിച്ചത്. ഏട്ടൻ എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമായിരുന്നു. എന്തിനാ വെറുതെ അനാഥാലയത്തിൽ വന്ന് എന്നെ കല്യാണം കഴിക്കാൻ നിന്നത്? ഏട്ടൻ്റെ ജോലിയും സ്റ്റാറ്റസും എല്ലാം വെച്ച് വേറെ നല്ല പെൺകുട്ടിയെ കിട്ടുമായിരുന്നില്ലേ? പ്രതീക്ഷിക്കാതെ അവളുടെ നാവിൽ നിന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് രാഹുലിന്റെ സ്വഭാവം കുറച്ച് കലിപ്പിലേക്ക് മാറി. അതുകൊണ്ട് ഞാനിപ്പോൾ നിന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവൻ കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു. ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഏട്ടന് കിട്ടേണ്ട നല്ലൊരു ഭാവിയും ജീവിതവുമൊക്കെ ഞാൻ കാരണം പോയില്ലേ? അവൾ ചോദിച്ചു. എൻ്റെ ഭാവിയും ജീവിതവും ഒന്നും എവിടെയും പോയിട്ടില്ല. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കുന്നില്ലേ? നമ്മൾ സന്തോഷമായിട്ട് കഴിയുന്നില്ലേ? പിന്നെ അതിൽ കൂടുതൽ എന്താണ് എൻ്റെ ഭാവി പോയെന്ന് നീ പറയുന്നത്? രാഹുൽ കുറച്ച് ഉച്ചത്തിൽ ചോദിച്ചു. എനിക്കൊന്നും പറയാനില്ല ഏട്ടാ. ഏട്ടൻ എന്നെ ഉപേക്ഷിച്ചേക്ക്. എന്നിട്ട് വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളൂ. ഞാൻ എവിടെയെങ്കിലും വാടകയ്ക്കോ മറ്റോ താമസിച്ച് എൻ്റെ കുഞ്ഞിനെയും നോക്കി എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. എനിക്ക് ഏട്ടൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, ദിവ്യശ്രീ വിറച്ചുകൊണ്ട് പറഞ്ഞു. നിർത്തടി. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു നീ മുഖവും വീർപ്പിച്ച് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടിപ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നോ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറ, രാഹുൽ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ഏട്ടന് ജാനകി അമ്മായി നല്ല ആലോചന കൊണ്ടുവന്നിരുന്നില്ലേ? അവരെ കെട്ടിയാൽ പോരായിരുന്നോ? എന്നെ ഓർഫണേജിൽ നിന്ന് എന്നെപ്പോലെ ഏതെങ്കിലും ഗതിയില്ലാത്തവൻ വന്ന് കെട്ടിക്കൊണ്ടു പോകുമായിരുന്നല്ലോ. ഏട്ടൻ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ വന്ന് തലയിട്ടത് എന്ന് ദിവ്യശ്രീ ചോദിച്ചപ്പോൾ ഏത് റൂട്ടിൽ നിന്നാണ് പ്രശ്നം വന്നതെന്ന് രാഹുലിന് മനസ്സിലായി. ഓ, അപ്പോൾ അതാണ് കാര്യം. ജാനകി അമ്മായി അങ്ങനെ പലതും പറയും. അവരുടെ ആങ്ങളയുടെ മോളെ കെട്ടണമെങ്കിൽ എനിക്ക് ആദ്യമേ കെട്ടാമായിരുന്നു. ഞാൻ അതൊന്നും വേണ്ട എന്ന് വെച്ച് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചാണ് നിന്നെ വിവാഹം കഴിച്ചത്. അവര് വല്ലതും വിളിച്ചു പറഞ്ഞെന്ന് കരുതി നീ അത് കേട്ട് എന്നോടിങ്ങനെ സംസാരിക്കാൻ നിൽക്കണോ? അമ്മായി പറഞ്ഞത് ദിവ്യശ്രീയെ വല്ലാതെ കുത്തി നോവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുലിന് തന്നേക്കാൾ നല്ലൊരു ബന്ധം കിട്ടുമെങ്കിൽ താൻ ഒഴിഞ്ഞു പോയേക്കാമെന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ദിവ്യശ്രീ ശരിക്കും ഒരു പാവമായിരുന്നു. എന്തെങ്കിലും കേട്ടാൽ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു പഞ്ചപാവം. എനിക്കൊന്നും പറയാനില്ല ഏട്ടനോട്. നമുക്ക് ഈ ബന്ധം പിരിയാമേട്ടാ. എനിക്ക് ഏട്ടൻ്റെ കൂടെ ഇനി ജീവിക്കണ്ട. അവൾ അത് പറയുമ്പോൾ രാഹുലിന് പെട്ടെന്ന് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ വന്നു. ദിവ്യശ്രീ, നീ ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു. ഇനി ഒരിക്കൽ കൂടി ഇത് പറഞ്ഞാൽ. രാഹുൽ അവൾക്ക് നേരെ കൈ ചൂണ്ടി. ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് പിരിയാമേട്ടാ, നമുക്ക് പിരിയാം. ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്താമെന്ന് ഒരിക്കൽ കൂടെ ദിവ്യശ്രീ പറഞ്ഞു തീരും മുൻപേ അവളുടെ കവിളിൽ അടി വീണ് കഴിഞ്ഞിരുന്നു. നിർത്തടി. ഇനി ഒരിക്കൽ കൂടി നീ ഇത് പറഞ്ഞാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. തലോടുക മാത്രം ചെയ്തിരുന്ന രാഹുലിന്റെ കൈകൊണ്ട് മുഖത്ത് പടകം പൊട്ടുന്ന പോലെ അടി വീണപ്പോൾ ദിവ്യശ്രീ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ തരുത്തു നിന്നുപോയി. ശേഷം അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി കടുപ്പത്തിൽ ചോദിച്ചു. നിനക്കിനി പറയണോ ഇപ്പോൾ പറഞ്ഞ കാര്യം? ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്നുകൂടി പറഞ്ഞു നോക്ക്. അവൾ അപ്പോൾ ഒന്നും പറയാതെ മുഖത്ത് കൈവച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും അപ്പോൾ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും മറ്റേടത്ത് അമ്മായിയും മറ്റവരും മറിച്ചവരും എന്ത് വേണമെങ്കിലും പറയും. അവരാരുമല്ല എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അവരെന്നാണ് എനിക്ക് ആലോചനയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയത്? എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഞാനിവിടെ കിടന്നപ്പോൾ എനിക്ക് ഒരു അമ്മായിയും ഉണ്ടായിട്ടില്ല. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ജോലി സമ്പാദിച്ചെടുത്ത് വീടും പണിത് കുടുംബം കരക്കെത്തിച്ചപ്പോഴാണ് അവരവരുടെ ആങ്ങളയുടെ മോളെ കാര്യവും കൊണ്ടുവന്നത്. അല്ലെങ്കിൽ തന്നെ അവരുടെ പൊങ്ങച്ചവും സ്വഭാവവും ഒന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ അവരുടെ ആങ്ങളയുടെ മോളെ കൂടെ കെട്ടി പണ്ടാരം അടങ്ങണമായിരുന്നോ? എന്നിട്ട് അതും പോരാഞ്ഞ് കണ്ടവരുടെ വാക്കും കേട്ട് അവൾ എന്നോട് ബന്ധം പിരിയാമെന്ന്. അങ്ങനെ പിരിയാൻ പറ്റുന്നതാണോടി നമ്മൾ തമ്മിലുള്ള ബന്ധം? നീ എൻ്റെ മുഖത്തേക്ക് നോക്ക്. രാഹുൽ അവളുടെ താടിക്ക് പിടിച്ച് അവളുടെ മുഖം അവൻ്റെ മുഖത്തിന് നേരെ ഉയർത്തി. നിനക്കങ്ങനെ പിരിഞ്ഞു പോകാൻ കഴിയുമായിരിക്കും. പക്ഷേ നിന്റെ ഉദരത്തിലുള്ള ഞാൻ ഉണ്ടാക്കിയ കുഞ്ഞിനെ ഞാൻ എന്തു ചെയ്യണം? നീ അതിനെ വെച്ച് വാടക വീട്ടിലും മറ്റും ജീവിക്കാമെന്ന് പറയുന്നു.
എൻ്റെ കുഞ്ഞിനെ കാണാനും കളിപ്പിക്കാനും അതിനോടൊപ്പം ജീവിക്കാനുമുള്ള ആഗ്രഹം എനിക്കുമുണ്ടാവില്ലേ? അങ്ങനെ കണ്ട സ്ഥലത്ത് കിടന്ന് നരകിച്ച് വളർത്താൻ വേണ്ടിയാണോ ഞാൻ നിനക്ക് വയറ്റിലുണ്ടാക്കി തന്നത്? ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് പൊന്നുപോലെ നോക്കുന്നത് അതിനാണോ? എന്നിട്ട് എന്നോടിത് പറയാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് രാഹുലിൻ്റെ സ്വരം ഇടറി. അവൻ മുൻപിലുണ്ടായിരുന്ന കസേര പിടിച്ച് ദിവ്യശ്രീയോട് പുറം തിരിഞ്ഞു നിന്നു. ശേഷം കസേരയിൽ പിടിച്ചുകൊണ്ട് തന്നെ തല താഴ്ത്തിയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ രാഹുലിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങിയിരുന്നു. ജീവന് തുല്യം സ്നേഹിച്ച അവളിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് അവൻ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല. അതിനേക്കാൾ കൂടുതൽ അവന് വിഷമം തോന്നിയ കാര്യം കണ്ട കള്ളന്മാരെയും തെമ്മാടികളെയും ഒക്കെ തല്ലുന്ന കൈകൊണ്ട് അവളുടെ മുഖത്ത് അടിച്ചുപോയല്ലോ എന്നോർത്തായിരുന്നു. അവൻ അവിടെ തല താഴ്ത്തിയിട്ട് നിന്നു. ദിവ്യശ്രീ അപ്പോൾ കട്ടിലിലിരുന്ന് കരയുകയായിരുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞ ശേഷം ദിവ്യശ്രീ രാഹുലിനെ നോക്കി. കസേരയിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കുമ്പിട്ട് നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് അവളുടെ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ മറ്റൊന്നും ആലോചിക്കാതെ പിറകിലൂടെ വന്ന് അവൻ്റെ 2 കക്ഷത്തിനിടയിൽ കൂടെയും അവൻ്റെ നെഞ്ചത്തേക്ക് കൈയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു, ഏട്ടാ സോറി. പ്രതീക്ഷിക്കാതെ ദിവ്യശ്രീ തന്നോട് ചേർന്ന് നിന്നപ്പോൾ രാഹുൽ തിരിഞ്ഞുകൊണ്ട് അവളുടെ നേരെ നിന്നു. അവൾ അപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു. രാഹുൽ അപ്പോൾ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്ന് വിങ്ങി പൊട്ടുകയായിരുന്നു. ഞാൻ അമ്മായി എന്നെ കുറ്റപ്പെടുത്തിയ വിഷമത്തിന് പറഞ്ഞു പോയതായിരിക്കുമേട്ടാ. എനിക്ക് എൻ്റെ ഏട്ടൻ ജീവനാ. ഏട്ടനില്ലാതെ എനിക്ക് കഴിയുമോ? ഞാൻ ആരോരുമില്ലാത്തവളല്ലേ, സമ്പത്തില്ലാത്തവളല്ലേ. അവർ ഞാൻ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിന് ചേരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. അല്ലാതെ എൻ്റെ രാഹുലേട്ടനെ വിട്ടുപോയാൽ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയുമോ? ദിവ്യശ്രീ പറഞ്ഞു കരയുമ്പോൾ രാഹുലിന് വന്ന ദേഷ്യമൊക്കെ അലിയാൻ തുടങ്ങിയിരുന്നു. സാരമില്ല പോട്ടെ, ഏട്ടൻ അറിഞ്ഞൂടെ അതൊക്കെ. പിന്നെ എന്തിനാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത്? എൻ്റെ പെണ്ണിനെ എനിക്കറിയില്ലേ. അവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും നമ്മൾ കാര്യമാക്കാൻ പോകണ്ട. അവരിപ്പോൾ പറഞ്ഞ കാര്യത്തിനുള്ളത് ഞാൻ അവർക്ക് കൊടുത്തോളും. ഇനി ഒരിക്കലും നിന്നോടിങ്ങനെ പറയാത്ത രീതിയിൽ ഞാൻ ആക്കിത്തരാം. അതുപോരെ? സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് രാഹുൽ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവളുടെ മുടിയിൽ ഒന്ന് തഴുകിയ ശേഷം തല്ലിയ കവിളിൽ തലോടി കൊടുത്തുകൊണ്ട് ചോദിച്ചു, ഞാൻ അടിക്കുമ്പോൾ അടികൊണ്ട് നിൽക്കുകയാണോ വേണ്ടത്? തടുക്കണ്ടേ? തല്ലിപ്പോയല്ലോ പൊന്നെ നിന്നെ ഞാൻ. രാഹുലിന് വല്ലാതെ സങ്കടം വന്നു. സാരമില്ലേട്ടാ, എനിക്കറിയാം ഏട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണെന്ന്. ഞാൻ പറഞ്ഞത് തെറ്റല്ലേ? ദിവ്യശ്രീ പറഞ്ഞു. സാരമില്ല, ഇനി ഇങ്ങനെ വല്ലപ്പോഴും ഞാൻ ദേഷ്യം പിടിച്ച് തല്ലാൻ വന്നാൽ നീ എന്നെ തടഞ്ഞു വെക്കണം, അല്ലെങ്കിൽ എന്നെ തിരിച്ചു തല്ലണം. ഇതൊന്നും പോരാതെ തല്ലുകൊണ്ട് നിൽക്കുകയാണോ വേണ്ടത്? പോട്ടെ മോളെ എന്ന് പറഞ്ഞ് രാഹുൽ അവളെ കെട്ടിപ്പിടിച്ചു. രാഹുലിൻ്റെ കുളി കഴിഞ്ഞു വന്ന ഈറനണിഞ്ഞ നെഞ്ചിൽ കിടന്ന് അവൾ അപ്പോൾ പൊട്ടിക്കരഞ്ഞു. സാരമില്ലേട്ടാ, നമുക്ക് ആരുടെ കാര്യവും നോക്കണ്ട. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വിഷമം കൊണ്ടാ. ഏട്ടൻ ക്ഷമിക്കേട്ടാ. അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞപ്പോൾ രാഹുൽ അവളെ വീണ്ടും തലോടി. സാരമില്ല, സാരമില്ല പൊന്നെ. ഏട്ടൻ അറിയാലോ, സാരമില്ല. നമുക്ക് നമ്മൾ പോരെ. നിനക്കെന്നും ഞാനുണ്ടാവില്ലേ? പിന്നെന്തിനാ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന കുടുംബക്കാരൊക്കെ നമുക്കൊരു വീഴ്ച പറ്റിയാൽ ഉണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനൊന്ന് വീണുപോയാൽ നീയല്ലേ എനിക്ക് താങ്ങായി ഉണ്ടാവുകയുള്ളൂ. നല്ലപോലെ ജീവിക്കുമ്പോൾ കുറ്റം പറയാനും പരദൂഷണം പറയാനുമൊക്കെ എല്ലാ അമ്മായിമാരും ബന്ധുക്കാരും കാണും. ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ട് പറയുകയാണെന്ന്. എന്നാൽ നമ്മളൊന്ന് വീണുപോയാൽ ഈ പറയുന്ന ആരും ഉണ്ടാകില്ലടോ. ശരിക്കും ഇഷ്ടപ്പെട്ട് അത്രമേൽ സ്നേഹിച്ചിട്ടാണ് ഞാൻ നിന്നെ കൂടെ കൂട്ടിയതെന്ന് നിനക്കറിയാമല്ലോ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഞാൻ അത്രയും സ്നേഹിക്കുന്ന കുട്ടിയാണ് നീ. വിവാഹം കഴിഞ്ഞ് ഇന്ന് വരെ അങ്ങനെ തന്നെയല്ലേ ഞാൻ നിന്നെ നോക്കിയിട്ടുള്ളതും. അപ്പോൾ പിന്നെ മറ്റാരും മറ്റൊന്നിൻ്റെ ത്രാസിലിട്ടും നിന്നെ തൂക്കി നോക്കണ്ട. അതെനിക്കിഷ്ടവുമല്ല. ഇനി അങ്ങനെ ഒരു സംസാരം അവരുടെ ഭാഗത്തു നിന്ന് നിനക്കുണ്ടാകില്ല. നീ വെറുതെ അതൊന്നും ഓർത്ത് വിഷമിക്കല്ലേ. നിനക്ക് ഞാനില്ലേടാ. രാഹുൽ അത് പറഞ്ഞ് അവളുടെ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഒക്കെ പോട്ടെ, സാരമില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവൻ ഒന്നുകൂടെ അവളുടെ മൂർത്താവിൽ ചുംബിച്ചു. അപ്പോൾ വയറ്റിൽ കിടന്ന് അവരുടെ കുഞ്ഞ് അനങ്ങുന്നുണ്ടായിരുന്നു. ദേ വാവ ഇളകുന്നു. അവൻ വയറ്റിൽ കൈ ചേർത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
ശേഷം അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളെയും ചേർത്ത് പതിയെ ബെഡിലേക്ക് ചാഞ്ഞു. തല്ലിപ്പോയ കൈകൾ കൊണ്ട് തന്നെ അവളെ തലോടി. അവന്റെ വിരലുകൾ സ്നേഹത്തോടെ അവളുടെ മുഖത്തും നെഞ്ചിലുമൊക്കെ ഓടി നടന്നു. ഒരു കുഞ്ഞു ചിരിയോടെ ദിവ്യശ്രീ അവന്റെ കണ്ണിലേക്ക് നോക്കി. രാഹുൽ അപ്പോൾ അവളെ നോക്കി 2 കണ്ണും ഇറുക്കി ചിമ്മി. എന്നിട്ട് അവളുടെ ചുരിദാറിന്റെ ടോപ്പിനുള്ളിലെ കറുത്ത ഇന്നർ പതിയെ അവന്റെ കൈകൊണ്ട് പിടിച്ചു മാറ്റി. സ്നേഹത്തോടെ അവൾ വീണ്ടും തന്റെ പ്രാണനിലേക്ക് നോക്കി. പുഞ്ചിരിയോടെ രാഹുൽ അവന്റെ പാതിയിലേക്ക് ഒട്ടിച്ചേർന്നു. കുഞ്ഞു പിണക്കങ്ങൾക്കും പരിഭവങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. ഒരു കുഞ്ഞു മിഠായി കിട്ടിയാൽ പോലും തൻ്റെ പാതിക്ക് പങ്കിടണമെന്ന് കരുതുന്ന അത്രമേൽ പവിത്രമായ ചില ഹൃദയങ്ങൾ. അവിടെ ഇണക്കത്തിനും പിണക്കത്തിനുമൊക്കെ അപ്പുറത്ത് സ്നേഹമെന്ന വിളക്ക് എന്നും തെളിഞ്ഞു കത്തും 100 ഇരട്ടി ശോഭയോടെ.